ഒരു ഘട്ടത്തിൽ നിങ്ങൾ മത്സരരംഗത്ത് പോലും നിലമ്പൂരിൽ ഉണ്ടാകില്ല എന്ന് നിങ്ങളുടെ തന്നെ നേതാക്കന്മാർ നൽകിയ ഒരു പ്രതീതി ഉണ്ടായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സ്ഥാനാർത്ഥി വന്നു. ആ സ്ഥാനാർത്ഥി ബി ജെ പിക്കാരനാണോ എന്ന ചർച്ച നേരത്തെ നമ്മളൊരു ചർച്ചയിൽ സുധീഷ് ഞാൻ കൂടെ പങ്കെടുത്തതാണ്. അന്നൊക്കെ കുറച്ചുകൂടി തീവ്രമായിരുന്നു. പിന്നീട് മനസ്സിലായി അദ്ദേഹം ബി ജെ പിക്കാരനല്ല, യു ഡി എഫിലെ ഒരു ജോസഫ് ഗ്രൂപ്പിൻ്റെ ഒരു സംസ്ഥാന തലത്തിൽ നിന്ന് ഒരാളെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് എടുത്തതാണ്. പിന്നീട് ബി ജെ പി അംഗത്വമൊക്കെ കൊടുത്തു. ഇപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങളുടെ ക്യാമ്പുമായി സെറ്റായോ? വോട്ട് പിടിച്ച് അദ്ദേഹം ഈ നിയോജക മണ്ഡലത്തിലൂടെ നിങ്ങളുടെ കൂടെ ചേർന്ന് എല്ലാവരിലേക്കുമൊക്കെ കുറേയൊക്കെ കഴിയുന്നത്ര പോകാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ്, തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ പല സമയത്തും പല നടപടികളും സ്വീകരിക്കാറുണ്ട്. ഈ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA അല്ലെങ്കിൽ കാൻഡിഡേറ്റ് ആയിട്ട് ആരാണ് മത്സരിച്ചത്? സരിനല്ലേ? അദ്ദേഹം ഇദ്ദേഹം കുറെ കാലമായിട്ട് ബി ജെ പിയോടൊപ്പം അല്ലെങ്കിൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അയ്യോ, അങ്ങനെ പറയല്ലേ. ഏപ്രിൽ മാസത്തിൽ മോൻസ് ജോസഫുമായിട്ട് മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ ജോസഫ് ഗ്രൂപ്പിന്റെ യോഗത്തിൽ പങ്കെടുക്കുന്ന ചിത്രം തൊട്ടുപുറകെ വന്നിരുന്നു. മുനമ്പം വിഷയത്തിൽ ബി ജെ പി നേതാക്കളുമായി അദ്ദേഹം ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ബി ജെ പി ആയി എന്നല്ല ഞാൻ പറഞ്ഞത്, വസ്തുതകൾ മറച്ചു വെച്ച് സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹം ജോസഫ് ഗ്രൂപ്പ് ചില നിർണായക വിഷയങ്ങളിൽ അദ്ദേഹം ബി ജെ പി നേതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ അതുമായി ബന്ധപ്പെട്ടാണല്ലോ. ഒറ്റ രാത്രി കൊണ്ടൊന്നും ആരും മാറില്ലല്ലോ. കൃത്യമായി ആലോചിച്ച് തീരുമാനമെടുത്തുള്ള അദ്ദേഹം ജോസഫ് ഗ്രൂപ്പിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നില്ലേ? സംസ്ഥാന ചുമതല ഉണ്ടായിരുന്ന വ്യക്തിയല്ലേ? അങ്ങനെയുള്ള ഒരാൾ ഒറ്റയടിക്കൊന്നും മാറില്ലല്ലോ.